ഇപ്പോൾ ബിനിൽ കോടതി വിധിയുടെ വിശദാംശങ്ങളുമായി ചേർന്നു. ബിനിൽ, രാവിലെ കോടതി ചേരുന്നത് മുതൽ ബിനിൽ കോടതിക്ക് അകത്താണല്ലോ. ഇന്ന് കോടതി വിളിച്ചത് മുതൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്തുകൊണ്ട് ദിലീപിനെ വെറുതെ വിട്ടു എന്ന് എങ്ങനെയാണ് കോടതി വിശദീകരിച്ചിട്ടുള്ളത്? അഭിലാഷെ, ആദ്യമേ തന്നെ ഈ കേസാണ് വിളിച്ചത്. ആ കേസിലെ എല്ലാ പ്രതികളെയും, പൾസർ സുനി മുതൽ ദിലീപ് വരെയുള്ള 10 പ്രതികളെയും പ്രതിക്കൂട്ടിലേക്ക് കയറ്റി നിർത്തുകയാണ്. അതിനുശേഷമാണ് കോടതി ആ വിധി പ്രസ്താവത്തിലേക്ക് കടന്നത്. ആദ്യം ഇംഗ്ലീഷിൽ കോടതി വിധി പ്രസ്താവം വായിച്ചു. അതിനുശേഷം മറ്റ് പ്രതികൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മലയാളത്തിലും അത് വിശദീകരിച്ചു. കൃത്യമായും കോടതി പറഞ്ഞിരിക്കുന്നത് കേസിലെ 8ാം പ്രതിയായ ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം പ്രോസിക്യൂഷന് കോടതി മുമ്പാകെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ആദ്യത്തെ 6 പ്രതികളാണ് ഇതിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. ആദ്യം ഈ 6 പ്രതികളുടെ കാര്യമാണ് കോടതി പറഞ്ഞിരുന്നത്. 7, 8, 9, 10 ബാക്കി 4 പ്രതികളെ മാറ്റി നിർത്തിക്കൊണ്ട് ആദ്യത്തെ 6 പ്രതികളുടെ കാര്യങ്ങൾ കോടതി വിധി പ്രസ്താവം തുടങ്ങിയപ്പോൾ തന്നെ എങ്ങോട്ടേക്കാണ് ഇത് പോകുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരുന്നു. പക്ഷേ കോടതി പിന്നീടാണ് 7ാം പ്രതിയിലേക്ക് വരുന്നത്. 7ാം പ്രതിയെ വെറുതെ വിടുന്നു, ചാർലിയെ വെറുതെ വിടുന്നു. ചാർലിക്കെതിരെ ഈ 6 പ്രതികളിൽ പൾസർ സുനിയെയും വിജീഷിനെയും കോയമ്പത്തൂരിൽ ഒളിപ്പിക്കാൻ കഴിഞ്ഞു, സഹായിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയിരുന്നത്. അതിനുശേഷം ദിലീപിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഗൂഢാലോചന കുറ്റം നിലനിൽക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഒരു വലിയ ദിലീപ് ആ പ്രതിക്കൂട്ടിൽ നിന്ന് ദിലീപിന്റെ പെട്ടെന്ന് ഇങ്ങനെ തൊഴുതു നിൽക്കുന്ന ദിലീപിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് ദിലീപ് വലിയ ആശ്വാസത്തോടുകൂടി പിന്നീടുള്ള ബാക്കിയുള്ള വിധി പ്രസ്താവം കൂടി കേട്ട് തിരക്കുകൾക്കിടയിൽ കൂടി പുറത്തേക്ക് വരികയാണ്. ദിലീപിന്റെ സഹോദരൻ അനൂപ് ഒക്കെ നമുക്ക് ഈ പ്രതിക്കൂട്ടിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ആ കോടതി വിധി വരുമ്പോൾ ഒരു വലിയ ആശ്വാസം അവരുടെ ആ ഭാഗത്ത് നിന്ന് വരുന്നതാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. കാരണം പ്രതിക്കൂട്ടിനോട് ചേർന്ന് ഈ ദിലീപിനും അനൂപിനും ഒക്കെ സൈഡിൽ തന്നെയാണ് മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ നിന്നിരുന്നത്. നമുക്ക് അവരുടെ ഓരോ പ്രതികരണങ്ങളും കൃത്യമായി കാണാൻ കഴിയുമായിരുന്നു. ഈ കേസിന്റെ വിധിന്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഭിലാഷ, ഈ കേസിൽ യഥാർത്ഥത്തിൽ 3 കുറ്റപത്രങ്ങളാണുള്ളത്. ആദ്യത്തെ കുറ്റപത്രത്തിലാണ് 6 പ്രതികളും അവരെ ഒളിവിൽ കഴിയാൻ സഹായിച്ച 7 പ്രതികളും വന്നത്. പിന്നീട് 2 അഡീഷണൽ കുറ്റപത്രങ്ങൾ കൂടിയുണ്ട്. ആ 2 അഡീഷണൽ കുറ്റപത്രങ്ങളും കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. അതായത് ഈ കേസിലെ 1 മുതൽ 6 വരെയുള്ള പ്രതികളാണ് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്. ആ നേരിട്ട് പങ്കെടുത്തവരെ മാത്രമാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. അതിനുശേഷം ആ 1ാം പ്രതിയെയും 4ാം പ്രതി വിജീഷിനെയും ഒളിവിൽ കഴിയാൻ സഹായിച്ച കുറ്റത്തിന് കുറ്റം ചുമത്തിയ ചാർലി തോമസിനെ കോടതി വെറുതെ വിടുന്നു. പിന്നീടുള്ള എല്ലാ പ്രതികളെ ഒഴിവാക്കുന്നു. ഇനി ആ വിശദമായ ജഡ്ജ്മെന്റ് 12ാം തീയതി തന്നെ പുറത്തു വരാനിരിക്കുന്നു. 12ാം തീയതി കഴിഞ്ഞാൽ 13ാം തീയതി വോട്ടെണ്ണലാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ വിധിന്യായം പുറത്തു വന്നാലും വലിയ ചർച്ചകൾക്കൊന്നും വലിയ സാധ്യതകൾ അവിടെ മാധ്യമ ചർച്ചകളൊക്കെ തന്നെ അവിടെ അടയുകയാണ് എന്നത് ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ആ 12ാം തീയതി ആ വിധിന്യായം പുറത്തു വരുമ്പോഴാണ് കോടതി എന്തൊക്കെ കാരണങ്ങളാലാണ് ഇതിലെ ഗൂഢാലോചന കുറ്റം തെളിയാത്തത് അല്ലെങ്കിൽ കണ്ടെത്താത്തത് എന്നത് വ്യക്തമാകുകയുള്ളൂ. പക്ഷേ നമുക്ക് കൃത്യമായി പറയാം, ആദ്യത്തെ കുറ്റപത്രമാണ് കോടതി പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം നടന്ന അന്വേഷണത്തെ പൂർണ്ണമായും തള്ളുകയാണ് സെഷൻസ് കോടതി ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 6 പ്രതികൾ, ആ 6 പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. അവർക്കെതിരെ അന്വേഷണം നടത്തിയത് അന്നത്തെ ആലുവ ഡിവൈഎസ്പി ആയിരുന്ന ബാബുകുമാർ ആയിരുന്നു. അദ്ദേഹമായിരുന്നു അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ കേസിൽ 2 തുടരന്വേഷണങ്ങൾ നടത്തിയ ഡിവൈഎസ്പി ബൈജു പൗലോസ് വരുന്നത്. ആദ്യം നടത്തിയ ആ അന്വേഷണവും അതിനുശേഷം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ആദ്യ കുറ്റപത്രവും, ആ കുറ്റപത്രമാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് നിസ്സംശയം പറയാം. ഇനി പ്രോസിക്യൂഷന്റെ അടുത്ത നീക്കം എന്താണ് ബിനിൽ? ശരിക്കും ഇത് പോലീസിനെ സംബന്ധിച്ചും പ്രോസിക്യൂഷനെ സംബന്ധിച്ചും അഭിമാന പ്രശ്നമായിരുന്നു. പലരും പേഴ്സണലായിട്ട് എടുത്തിട്ടുള്ള കേസ് കൂടിയാണ്. സ്വാഭാവികമായിട്ട് അപ്പീൽ പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ തെളിവുകൾ നിരത്തുന്ന കാര്യത്തിൽ അപ്പീൽ പോകുന്ന വേളയിൽ ഒരു കോൺഫിഡൻസ് പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ഉണ്ടോ? അഭിലാഷ്, തീർച്ചയായിട്ടും ഒരു ആത്മവിശ്വാസം അവരുടെ ഭാഗത്തുമുണ്ട്. കാര്യം അവർ പറയുന്നത് ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ, പ്രത്യേകിച്ച് ഈ 8ാം പ്രതിക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ച് കോടതി മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. പല മൊഴികളും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ തെളിവുകളും എത്തിയിട്ടുണ്ട് എന്നതാണ് അവരുടെ വിശ്വാസം. പക്ഷേ സെഷൻസ് കോടതി ഈ കേസിലെ വിധി പ്രസ്താവത്തിലൂടെ വ്യക്തമാക്കുന്നത് 2ാമതും 3ാമതും നടന്ന അന്വേഷണം, ആ അന്വേഷണങ്ങളെ പൂർണ്ണമായും തള്ളുന്നു. അതായത് ഇത് പൾസർ സുനിയുടെ മാത്രം ബുദ്ധിയിൽ ഉദിച്ച ഒരു കൃത്യം എന്ന രീതിയിലേക്ക് കോടതിയും ഇതിനെ ചുരുക്കി കാണുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനു വേണ്ടിയാണ് പൾസർ സുനി ഇത് ചെയ്തത് എന്നത് കോടതി വ്യക്തമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. പൾസർ സുനിക്ക് എന്താണ് ഈ ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വൈരാഗ്യം? അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു വൈരാഗ്യം എന്തായാലും വിധി പ്രസ്താവം വരുമ്പോൾ ആ കാര്യം അടക്കം ഈ വിധിയിൽ വിശദീകരിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്.